കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം.
സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾക്ക് കൃപയിൽ വളരാൻ വേണ്ടിയുള്ള ത്വര, നമുക്ക് കിട്ടിയിരിക്കുന്ന അവസരങ്ങളെല്ലാം ക്രിസ്തുവിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരമായി നമ്മൾ വിനിയോഗിക്കണം. അക്കാര്യത്തിൽ നിനക്കൊരു കോമ്പറ്റീഷൻ വന്നാൽ കുഴപ്പമില്ല. നിൻ്റെ ഭർത്താവാണോ, നീയാണോ, നിൻ്റെ അപ്പനാണോ, നിൻ്റെ മക്കളാണോ, അത് നീയാണോ, ആരാണ് ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹിക്കണത്? അപ്പോൾ നമുക്ക് ലഭിക്കുന്ന എല്ലാ നഷ്ടങ്ങളും ക്രിസ്തു എന്ന ലാഭത്തിന് വേണ്ടി നമ്മൾ വ്യയം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കോമ്പറ്റീഷൻ്റെ മുമ്പിലാവും. സാക്ഷ്യത്തിലൂടെയാണ് അത് സാധിക്കണത്. ഈ കോമ്പറ്റീഷൻ്റെ മുമ്പിലാകാൻ, അതായത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലതും ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പി 3:8 ഫിലിപ്പി 3:8 ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നഷ്ടം വന്നാൽ അത് ക്രിസ്തുവിൻ്റെ പ്രതി ആ അക്കൗണ്ടിലേക്ക് നമ്മൾ എന്താണ്, ഈശോയുടെ നാമത്തിൽ അത് ഏറ്റെടുക്കണം. അപ്പോഴാണ് ഇവരെക്കാൾ അധികമായി നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള ചോദ്യം അത് പത്രോസോട് മാത്രം ചോദിച്ചതല്ല, അത് ക്രിസ്തുവിനെ കൺഫ്രണ്ട് ചെയ്ത് എല്ലാവരെയും കൺഫ്രണ്ട് ചെയ്യേണ്ട ഒരു ഉത്തരമാണത്. എന്താണ്? നീ ഇവരെക്കാൾ എല്ലാം അധികമായി. ഇതിനകത്ത് വരുന്നത് നേട്ടം ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് വരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും യേശുക്രിസ്തുവിനെ പ്രതി നമ്മളത് വചനം ഒന്നിട്ട് വായിച്ച്, ക്രിസ്തുവിനെ പ്രതി ഫിലിപ്പി 3:8 ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ചില കഷ്ടനഷ്ടങ്ങളെ എന്നാലും നമുക്ക് സന്തോഷം ഉണ്ടാകണം. എന്താ കാര്യം? അത് നമ്മൾ കർത്താവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കണം. ഈശോയുടെ നാമത്തെ പ്രതി. അങ്ങനെയാണ് നമ്മൾ ഇവരേക്കാൾ അധികമായി ഈ മുന്നേറ്റം, ആത്മീയ മുന്നേറ്റം, ക്രിസ്തു അനുഭവ ആത്മബന്ധ മുന്നേറ്റം നടത്തുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മൾക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ, പീഡകളൊക്കെ, അതിൻ്റെ വേദനകൾ, അതുമെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ക്രിസ്തു ഇതെല്ലാം ഏറ്റെടുക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നമ്മൾ ഇവരെക്കാൾ അധികമായി വരുന്ന. ഉദാഹരണത്തിന് നിങ്ങൾ കൊളോസ്യസ് 1:24 എടുത്ത്, നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. അപ്പൊ കഷ്ടങ്ങളും നഷ്ടങ്ങളും എന്തിനുള്ളതാണ്? ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയുള്ളതാണ്.
ഇവരെക്കാണ് അധികം എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കുമ്പോൾ ഈ സ്നേഹിക്കുന്ന ചോദ്യത്തിന് ലഭ്യമായ നിലവിലുള്ള കഷ്ടനഷ്ടങ്ങളെ അതിൽ നമ്മൾ വേദനിക്കാതെയും പ്രത്യാശ കൈവിടാതെയും അത് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ദൈവസ്നേഹത്തോട് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിനക്ക് കിട്ടാൻ പോകുന്നതിൻ്റെ പേര് അഭിഷേകമെന്നാണ്. എന്താ കാര്യം? ആ കഷ്ടവും നഷ്ടവും നിൻ്റെ അന്തരാത്മാവിനെ തൊടാത്ത രീതിയിൽ നീ അഗ്നിയിലൂടെ നടക്കും, എന്നാൽ അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറയുന്നൊരു അഭിഷേക തലമുണ്ട്. ഒരു അഭിഷേക തലം. ഈ അഭിഷേക തലമെന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ തലമാണ്. നമുക്കെല്ലാം ഉള്ളത് ഈ അനുഗ്രഹത്തിൻ്റെ തലമാണ്. അത് ഈ മിഠായിയും ബലൂണൊക്കെ മേടിക്കുന്ന പ്രായമില്ലേ, അതാണ് ഈ അനുഗ്രഹത്തിൻ്റെ തലമെന്ന് പറയുന്നത്. ആ രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് അഭിഷേക തലമാണ്. എന്നുവെച്ചാൽ ഈ കഷ്ടനഷ്ടങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ പേരിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ കഷ്ടനഷ്ടങ്ങളുടെ ആഘാതങ്ങൾ ഏൽപ്പിക്കാതിരിക്കാൻ നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറയുന്ന ഒരു അഭിഷേകത്തിൻ്റെ തലമുണ്ട്. അതാണ് രണ്ടാം തല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐസയ 43:2. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അപ്പൊ ഈ അതായത് നമ്മളെ ക്ലേശങ്ങളിലൂടെയാണ് പോണെങ്കിൽ ആസ് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ. അതായത് നമുക്ക് ഫീൽ ചെയ്യണത് അങ്ങനെ അതിൻ്റെ മുഴുവൻ ക്ലേശങ്ങളെ ദൈവം ഏൽപ്പിക്കാതെ കൊണ്ടുപോകും. നമ്മളെ വലിയ തീവ്രമായ സിറ്റുവേഷനിലൂടെയാണ് പോകണമെങ്കിലും അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യാത്ത രീതി കൊണ്ട്. അതിനാണ് ആത്മീയതയുടെ രണ്ടാം നിലവാണ്. ആദ്യം അനുഗ്രഹമാണ്, ഫിസിക്കലാണത്. രണ്ടാമത്തത് സ്പിരിച്വലാണ്. ഫിസിക്കലായിട്ടാണ് നമ്മൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്കത് ഫീൽ ചെയ്യത്തില്ല. ഇപ്പം നിൻ്റെ ഭാര്യ വഴക്കിട്ട് നീ വഞ്ചകനാണ്, തോന്നിയവാസിയാണെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അത് അവർ നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. നീ ചെല്ലുമ്പോൾ ആൾക്കാരെല്ലാം നിന്നെ വെറുത്ത് നോക്കുകയും ചെയ്യണം. പക്ഷേ കർത്താവ് നിനക്ക് അത് സത്യമല്ല എന്നുണ്ടെങ്കിൽ കർത്താവ് നിനക്ക് അഭിഷേകം തരും. പക്ഷെ നിനക്ക് ഫീൽ ചെയ്യത്തില്ല. അത് അവളോട് തന്നെ അവൾക്ക് അറിവില്ലാഞ്ഞുകൊണ്ടാണ്. കുറച്ച് ഇപ്പോൾ ശരിയായിക്കൊള്ളും, അല്ലെങ്കിൽ നമുക്ക് വെറുപ്പ് തോന്നത്തില്ല. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. എൻ്റെ മക്കൾ, എന്തെങ്കിലും ഇതുപോലെ ഈടറ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കണം. അഭിഷേകത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഇനി അഭിഷേകത്തിന് കുറേ നാൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികാരം കിട്ടും. അധികാരം കിട്ടാൻ നിങ്ങൾ ഒന്നും തൊടത്തില്ല. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെയും സകല ശക്തികളുടെയും ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, നിന്നെ ഒന്നും ഉപദ്രവിക്കത്തില്ല. 10:19 ലൂക്ക എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അത് ഉപദ്രവിച്ചായിട്ട് നമുക്ക് തോന്നത്തില്ല. അതാണ് വിഷയം. ഉപദ്രവിക്കണില്ലെന്നല്ലേ, അവർ ഉപദ്രവിക്കുമായിരിക്കും, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. എന്താ കാര്യം? അധികാരം തന്നിരിക്കുകയും അഭിഷേകം മൂത്ത്. ഇപ്പം കള്ള് മൂത്ത് ഭിന്നാവരിയായി, മുന്നാവരി മൂത്ത് ചാരമാണ് പറയുക. അനുഗ്രഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ അഭിഷേകത്തിൻ്റെ കാലം തുടങ്ങും. അഭിഷേകത്തിൻ്റെ കാലം തുടങ്ങുമ്പോൾ പൂർത്തിയാകുമ്പോൾ അത് അധികാരത്തിൻ്റെ കാലം. അത് നീ എഴുന്നേറ്റ് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്താൻ പറയണത് ഈ അർത്ഥത്തിലാണ്. എവിടെയാണ് പറയണത്? ലൂക്ക 22:32. ലൂക്ക 22:31-32 തിരുവചനങ്ങൾ. ശിമയോൻ ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഈ സഹോദരനെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾക്ക് അധികാരം കിട്ടുകയാണ്. ഈ അധികാരം എങ്ങനെ വന്നതാണ്? നമ്മളുടെ നന്മകൾ, ഈ അഭിഷേക ജീവിതം കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്നു. ക്രിസ്തു നമ്മളെ ഏറ്റെടുക്കുന്നു. അതാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു,
സെമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് മണിയും പോലെ പാറ്റാൻ നോക്കി, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ക്രിസ്തു നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? നീ എഴുന്നേറ്റിട്ട് അവന് അധികാരം കിട്ടും. ക്രിസ്തു നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയ അധികാരമായി. നീ എഴുന്നേറ്റ് മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ പറയും. അപ്പം അനുഗ്രഹത്തെന്ന് പറയുന്നത് ഒരു ABCD ബലൂൺ മിഠായി കാലഘട്ടമാണ്. അത് കഴിഞ്ഞാണ് അഭിഷേകത്തിൻ്റെ കാലഘട്ടം വരുന്നത്. നമുക്ക് കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ ക്രിസ്തുവിന് നമുക്ക് കട്ടനഷ്ടങ്ങൾ ക്രിസ്തുവിന് നാമത്തെ പറ്റി ഏറ്റെടുത്തിട്ട് ക്രിസ്തുവിന് നാം മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അഭിഷേകം കിട്ടും. അഗ്നിയിലൂടെ നടക്കും, അഗ്നിനെ വിഴുങ്ങത്തില്ല. ഇത് കുറേ നാൾ ആ കാലത്തിൽ കടന്നു പോയി കഴിയുമ്പോഴാണ് ക്രിസ്തു നിന്നെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് നിന്നെ ഏറ്റെടുക്കണത്. അപ്പോൾ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കണില്ലേ? അപ്പോൾ ഇത് ഇനി സ്നേഹിക്കാൻ വേണ്ടി പറയണതല്ല. പത്രോസിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ആകത്തുക ഈശോ അവനെ വെളിപ്പെടുത്തുന്നതാണ്. എല്ലാവരെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്ന ആൾ പത്രോസാണ്. എല്ലാവരെക്കാളും പത്രോസാണ് കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് കർത്താവിന് മനസ്സിലായി. കർത്താവിന് മനസ്സിലായതിൻ്റെ വെളിച്ചത്തിലാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടും അതിനെക്കുറിച്ച് ഓർപ്പിക്കുക പോലും ചെയ്യാതെ അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞില്ലേ? അതൊന്നും ഈശോക്കത് ഏറ്റിട്ടില്ല. അതാണ് വിഷയം. നമ്മൾ തള്ളിപ്പറഞ്ഞായിട്ട് ആനക്കാര്യമായിട്ട് നമ്മളിപ്പോഴും ഇങ്ങനെ കറിക്കൂവി നടക്കുന്നുണ്ട്. പക്ഷേ ആരെ തള്ളിപ്പറഞ്ഞോ അവന് അത് ഏറ്റിട്ടില്ല. അവനെല്ലാം മറന്നുപോയി. അവൻ തിരിച്ചു വരുമ്പോൾ എന്താ പറഞ്ഞത്? അവൻ ചോദിക്കണേ എന്താണ്? ശമയൻ എന്തെന്ന് ചോദിക്കണേ? ഇതൊരു വല്ലാത്ത ചോദ്യമാണ്. അവനതൊന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. പത്രോസിന് എന്ത് സുന്ദരമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവനെന്നെ വഴക്കിടുമോ? ഞാൻ തള്ളിപ്പറഞ്ഞതല്ലേ, എനിക്ക് ശിഷ്യത്വത്തിൻ്റെ യോഗ്യതയുണ്ടോ? അങ്ങനെ ഒന്നും ഈശ്വരനെ ആലോചനപ്പെടുത്തുന്നില്ല. അവൻ തിബേരിയസ് തടാകത്തിൻ്റെ തീരത്ത് വരുമ്പോൾ അവനാ ഇരുട്ടത്വം തിരക്കണം ആരെയാണെന്നറിയാവോ? ശമയോൻ എന്തേ എന്ന് ചോദിക്കുക. എന്നിട്ട് ശമയോന് വേണ്ടി അവൻ പൊരിച്ച മീനും കാത്തു വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഭയങ്കരമാണ്. എല്ലാം തീറ്റിക്കഴിയുമ്പോൾ ചോദിക്കുന്നത്, ശമയോൻ, ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നവ. എന്നിട്ടാണ് പിന്നെ അധികാരം കൊടുക്കുന്നത്. ക്രിസ്തുവിലേക്കുള്ള വളർച്ച, നീ അഭിഷേക തലം കഴിഞ്ഞാൽ കർത്താവ് നിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നിന്നെ മനസ്സിലാക്കും. പിന്നെ നിൻ്റെ കയ്യിൽ നിന്ന് വന്ന മാനുഷികമായ ബുദ്ധിബോധം ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങളൊന്നും കർത്താവിനെ ബാധിക്കത്ത് പോലും ഇല്ല. എന്തെങ്കിലും നിനക്ക് പശ്ചാത്താപം ഉണ്ടാകാം, പക്ഷെ കർത്താവ് അത് ഉണ്ടായാലും ഇല്ലെങ്കിലും കർത്താവിന് ഒരുപോലെയാണ്. ആ ഇരുട്ടത്ത് വന്ന് അവൻ നിന്നത് യോഹന്നാൻ നോക്കിയല്ല, അത് കർത്താവാണെന്ന് അയാൾ അവിടെ കിടന്ന് വിളിച്ചു പോകുന്നുണ്ട്. അതൊന്നും കർത്താവിന് പ്രശ്നമല്ല. കർത്താവ് ഇരുട്ടത്ത് നോക്കി നിന്നത് ശമയോനെന്തേ എന്നാണ് നോക്കിയത്. നീ ആ ഒരു ശമയോൻ്റെ ആധ്യാത്മിക ഈശോ ബന്ധത്തിലേക്ക് വരണം. അതാണ് നമ്മുടെ വിളി. അതാണ് ക്രിസ്തുവിൻ്റെക്കുള്ള പൂർണ്ണത. അനുഗ്രഹത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക്, അഭിഷേകത്തിൽ നിന്ന് അധികാരത്തിലേക്ക് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഉടമ്പടി ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദൈവിക പദ്ധതിയാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 മക്കളെ, മാനസിക രോഗങ്ങൾ ഇപ്പോൾ എണ്ണം പെരുകി വരികയാണ്. പല ദിവസങ്ങളും ആത്മഹത്യയെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുമ്പോൾ ചങ്ക് പൊടിഞ്ഞു പോകുന്നുണ്ട്. മനുഷ്യനൊക്കെ ഇങ്ങനെ വികലമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ
ഒരു ഗ്രിപ്പ് കിട്ടാതെ നടക്കുകയാണ്. എന്താണ് കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. മറ്റേത് കാലഘട്ടത്തെക്കാൾ ഫ്രജൈലായിട്ടൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. കടങ്ങൾ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത കടങ്ങളിലൂടെ പോകുന്നവരുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെയും ഈ വിദേശ യാത്രയുടെയൊക്കെ വന്ന് പഠനങ്ങളിലൂടെ കടങ്ങൾ വന്നിട്ടുള്ള കുടുംബങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾ തന്നെ ഒരിടത്ത് എത്താത്ത അവസ്ഥകളുണ്ട്. അവർക്ക് പഠനം കഴിഞ്ഞിട്ട് ജോലി കിട്ടാത്ത അവസ്ഥകളുണ്ട്. അതെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം ഇപ്പോഴും വീണ്ടും പുതിയ പുതിയ ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരും അതിനുവേണ്ടി പണം മുടക്കിയവരും പണം കൊടുത്തവരും പണം കിട്ടാത്തവരും പണം പറ്റിക്കപ്പെട്ടവരും അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ കണ്ണീര് കുടിക്കുന്ന ഒരു കർത്താവിൻ്റെ കൃപയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഏറ്റെടുപ്പുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. എല്ലാവരും ഭക്തിയോടെ മുട്ടേ നിൽക്കുക. എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഓൺലൈനിലുള്ളവരും മൗനമായി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾക്ക് നൽകിയ അസുലഭമായ ഒരു ആശീർവാദവും ഒരു ആരാധന നിമിഷമാണ്. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ആശീർവാദം വാങ്ങിക്കുക. ഒരിക്കൽ കൂടി മരിയനുടമ്പയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തണമേ എന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യ